സോഷ്യൽ മീഡിയകളുടെ കടന്നുവരവോടെ നമ്മൾ പോലും അറിയാതെ ഒരു വലിയ നികൃഷ്ട സ്വഭാവം നമ്മിൽ ഉണ്ടായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ ന്യൂനതകൾ എക്സ്പോസ് ചെയ്ത് അത് വലിയ ആഘോഷമാക്കി തീർക്കുന്ന വളരെ മലീമസമായൊരു സംസ്കാരം. നമ്മുടെ പൊതുരംഗങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും ആളുകൾ ചർച്ച ചെയ്യുന്നതുമായ വിഷയങ്ങൾ എന്താണ്? മറ്റൊരാൾക്ക് പറ്റിയ അബദ്ധങ്ങളോ അവരുടെ രഹസ്യങ്ങളോ അവരുടെ വീഴ്ചകളോ ആയിരിക്കും. കോൾ റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും വെച്ച് ജനങ്ങളുടെ മുമ്പിൽ അവരെ അപഹാസ്യരാക്കി തീർക്കുക എന്നത് വലിയ വിനോദമായി കാണുന്ന, എന്തിലേറെ അത് തന്നെ വലിയ വ്യാപാരമായി പോലും കാണുന്ന ചില മാധ്യമങ്ങൾ. എന്നാൽ ഈ എക്സ്പോസ് കൾച്ചർ സത്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾക്കും സംസ്കാരത്തിനും നേർവിപരീതമാണ്. മറ്റൊരാളുടെ തെറ്റോ വീഴ്ചയോ കണ്ടാൽ അത് പാടി നടക്കാൻ നമ്മുടെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുമ്പോൾ ആ തോന്നലുകളെയും ആ മനസ്സിനെയും നിയന്ത്രിച്ച് ആ രഹസ്യത്തെ അവിടെ വെച്ച് തന്നെ കുഴിച്ചു മൂടലാണ് ഏറ്റവും വലിയ നന്മയും പുതിയ കാലത്തെ ഏറ്റവും വലിയ ധർമ്മവും ജിഹാദുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നാളെ ഭയാനകരമായ വിചാരണയുടെ നാളിൽ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഈ ഭൂമി ലോകത്ത് നമ്മൾ മറയിലാണെന്ന് കരുതി പോലും ചെയ്തു പോയ വലിയ അബദ്ധങ്ങളും തിന്മകളും രഹസ്യങ്ങളും അള്ളാഹു പരസ്യമാക്കി വിളിച്ചു പറയുമ്പോഴുള്ള ആ നാണക്കേട് എത്രമേൽ ഭീമാൽക്കാരമായിരിക്കും. എന്നാൽ ഈ ലോകത്ത് നിന്റെ കൺമുമ്പിലേക്ക് വരുന്ന മറ്റു പലരുടെയും രഹസ്യങ്ങളും അബദ്ധങ്ങളും നീ മൂടിവെക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. പടച്ചവന്റെ ഏറ്റവും വലിയ ഒരു വിശേഷണമാണ് സത്താർ. എല്ലാ ന്യൂനതകളും മറച്ചുവെക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഒരു കരുണ കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും ആളുകൾ അറിയാതെ പോകുന്നു. സൃഷ്ടികളായ നമ്മളും സൃഷ്ടാവിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വരണം. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മൾ പരസ്യമാക്കുന്നത് അതേ കാര്യങ്ങൾ വെച്ച് തന്നെ ഈ ദുനിയാവിൽ നമ്മളെ വേട്ടയാടും. പരിശുദ്ധ റമദാനിലെ ഈ പുണ്യമായ വിലപ്പെട്ട ദിനങ്ങളിൽ വലിയ ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. എന്റെ നാവിൽ നിന്നോ വിരൽ തുമ്പിൽ നിന്നോ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നും തന്നെ പുറത്തേക്ക് വരികയില്ല. മറ്റൊരാളെ തകർക്കുന്ന ഒരു മെസ്സേജും ഫോർവേഡ് ചെയ്യുകയില്ല. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന വലിയ സുരക്ഷയും പരിരക്ഷയും നാളെ പരലോകത്ത് അള്ളാഹു നമുക്കും നൽകും എന്നത് തീർച്ചയാണ്.